നോക്കാൻ പോകുന്നത് മോഡ്യൂൾ 3 ആണ്. മോഡ്യൂൾ 3ലെ ആദ്യത്തെ പോർഷൻ എന്ന് പറയുന്നത് ഫംഗ്ഷനാണ്. അപ്പോൾ നമുക്ക് ആദ്യം എന്താ ഫംഗ്ഷൻ എന്ന് നോക്കാം. ഫംഗ്ഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു റീയൂസബിൾ കോഡാണ്. അതായത് ടു പെർഫോം സിംഗിൾ റിലേറ്റഡ് ആക്ഷൻ, ഒറ്റൊരു ആക്ഷൻ പെർഫോം ചെയ്യാനായിട്ടുള്ള റീയൂസബിൾ കോഡ്. അത് ഒരു ബ്ലോക്കിൻ്റെ ഉള്ളിൽ അല്ലെങ്കിൽ ഒരു മോഡ്യൂളായിട്ട് ഓർഗനൈസ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനെയാണ് നമ്മൾ എന്ത് പറയുക, ഫംഗ്ഷൻ എന്ന് പറയുക. റീയൂസബിൾ കോഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ കോഡിനെ ഒരു മെയിൻ ഫംഗ്ഷൻ്റെ ഏത് പോർഷനിൽ നിന്നും നമുക്ക് ആക്സസ് ചെയ്യാൻ പറ്റണം. അല്ലെങ്കിൽ വേറെ ക്ലാസ്സിൽ നിന്നോ, ക്ലാസ് എന്ന് പറയുന്ന കൺസെപ്റ്റൊക്കെ പറഞ്ഞു തന്നല്ലേ, അപ്പോൾ വേറെ ക്ലാസ്സിൽ നിന്നും നമുക്കതിനെ ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിലായിരിക്കും അതിനെ ഓർഗനൈസ് ചെയ്തിട്ടുണ്ടാവുക. ഇനി അതൊരു മോഡുലാരിറ്റി പ്രൊവൈഡ് ചെയ്യുന്നതാണ് പറയുന്നത്. മോഡുലാരിറ്റി കൊണ്ട് ഉദ്ദേശിക്കുന്നത് നോക്കുക, ഇവിടെ നിങ്ങൾക്ക് ഒരു മെയിൻ പ്രോഗ്രാം കാണാം. ആ മെയിൻ പ്രോഗ്രാമിനെ ഫംഗ്ഷൻ എ, ഫംഗ്ഷൻ ബി, ഫംഗ്ഷൻ സി എന്ന് പറഞ്ഞിട്ട് 3ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. അതായത് നമുക്കൊരു വലിയൊരു പ്രോഗ്രാമിനെ കുറേ മോഡ്യൂൾസാക്കി നമ്മൾ ഡിവൈഡ് ചെയ്തു. അങ്ങനെ ചെയ്യുമ്പോഴുള്ള ഒരു അഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമുക്കിപ്പോൾ ഒരു വലിയ പ്രോഗ്രാമാണ്. അപ്പോൾ ആ വലിയ പ്രോഗ്രാമിനെ നമ്മൾ മോഡ്യൂളൊന്നും ആക്കാതെ നേരെ എഴുതുക, സീക്വൻസ് ആയിട്ട് എഴുതുക എന്ന് കരുതുക. അപ്പോൾ അങ്ങനെ എഴുതുന്ന സമയത്ത് അതിൻ്റെ ലെങ്ത്ത് വളരെ കൂടുതലായിരിക്കും. അതുകൊണ്ട് തന്നെ അതിൽ എറർ കണ്ടുപിടിക്കുക, ഡീബഗ്ഗിങ് അല്ലെങ്കിൽ അതിൽ ടെസ്റ്റിംഗ് അല്ലെങ്കിൽ അതിനെ ഹാൻഡിൽ ചെയ്യാൻ അല്ലെങ്കിൽ കൺട്രോൾ ചെയ്യലൊക്കെ ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ അത് ഒഴിവാക്കാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യും, നമ്മളിപ്പം നമ്മളെ കോളേജിൽ ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട് ഒരു എക്സാമ്പിൾ. നമ്മളെ കോളേജിൽ നമുക്ക് കുറേ കുട്ടികളുണ്ടായിരിക്കും. അപ്പോൾ അവരെ എല്ലാവരെയും ഒന്നിച്ച് ഹാൻഡിൽ ചെയ്യാൻ ബുദ്ധിമുട്ടായതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുക, അവരവരെ ടേസ്റ്റിനനുസരിച്ച് ഡിഫറെൻറ്റ് ഡിപ്പാർട്ട്മെൻറ്റ്സ് ഉണ്ടാക്കിയിട്ടുണ്ട് അല്ലേ. അപ്പോൾ അതൊരു മോഡ്യൂളാണ്, കോളേജിൻ്റെ കുറേ മോഡ്യൂൾസാണ് അതിൻ്റെ ഡിപ്പാർട്ട്മെൻറ്റ്സ്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അതിൽ ഓരോ കാര്യങ്ങൾ ഇപ്പോൾ ഫംഗ്ഷനെ, ഇപ്പം കമ്പ്യൂട്ടർ സയൻസിൻ്റെ ഡിപ്പാർട്ട്മെൻറ്റിൽ കമ്പ്യൂട്ടർ സയൻസിൻ്റെ ഒരു വർക്ക്, കമ്പ്യൂട്ടർ സയൻസ് എന്ന് പറയുന്ന ആ ഒരു മെയിൻ സ്ട്രീമിലെ വർക്ക് നമുക്ക് കംപ്ലീറ്റ് ആയിട്ട് ഒരു ബുദ്ധിമുട്ടില്ല, അത് ചെയ്യാൻ പറ്റും. അതേപോലെ തന്നെ ഇവിടെ ഫംഗ്ഷൻ എ എന്ന് പറയുമ്പം ഫംഗ്ഷൻ എയിൽ ആ ഒരൊറ്റ ഓപ്പറേഷൻ എന്താണോ അതിനൊരു ഓപ്പറേഷൻ ഉണ്ടായിരിക്കും. ആ ഓപ്പറേഷൻ വേറെ ഒരാളുടെയും ഹെൽപ്പില്ലാതെ, ഫംഗ്ഷൻ ബിൻ്റെയോ ഫംഗ്ഷൻ സിൻ്റെയോ ഹെൽപ്പില്ലാതെ അതിന് സെൽഫായിട്ട് ചെയ്യാൻ പറ്റും. അങ്ങനെയുള്ള ബ്ലോക്കിനെയാണ് നമ്മൾ എന്ത് പറയുക, ഫംഗ്ഷൻ എന്ന് പറയുക. ഓക്കെ, അപ്പോൾ അതിൻ്റെ ഒരു സിൻടാക്സ് കാണിച്ചിട്ടുണ്ട് താഴെ. റിട്ടേൺ ടൈപ്പ്, ഫംഗ്ഷൻ നെയിം, പാരാമീറ്റർ ലിസ്റ്റ്, അതിനുശേഷം നമ്മൾ കേളി ബ്രേസ് ഓപ്പൺ ചെയ്തിട്ട് ബോഡി ഓഫ് ഫംഗ്ഷൻ കേളി ബ്രേസ് ക്ലോസ് ചെയ്യാം. ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ കാണും. അപ്പോൾ അതിനെപ്പറ്റി ഇപ്പം പറയുന്നില്ല, ഡീറ്റെയിൽ ആയിട്ട് കാണാം. ഓക്കെ, നമുക്ക് എന്തിനാണ് ഒരു ഫംഗ്ഷൻ്റെ ആവശ്യം എന്നാണ് നമ്മൾ പറഞ്ഞത്. ഇപ്പം ഞാനിപ്പോൾ പറഞ്ഞ കേസ് തന്നെയാണ്. നമ്മൾ വലിയൊരു പ്രോഗ്രാം എഴുതുകയാണെങ്കിൽ ഭയങ്കര ലാർജായിരിക്കും, കോംപ്ലക്സ് ആയിരിക്കും. പിന്നെ അതിൻ്റെ ഡീബഗ്ഗിങ്ങും അതിൻ്റെ മെയിൻറ്റെയിനിങ്ങും ഒക്കെ വളരെ ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, നമ്മളതിനെ ഇൻഡിപെൻഡൻ്റായിട്ട് കോഡ് ചെയ്യാൻ പറ്റുന്ന, അല്ലെങ്കിൽ പിന്നീട് അതിനെ ഒന്നിച്ചാക്കാൻ പറ്റുന്ന, ഇൻഡിപെൻഡൻ്റായിട്ട് കോഡ് ചെയ്തിട്ട് പിന്നെ ക്ലബ് ചെയ്ത് ഒരൊറ്റ പ്രോഗ്രാം ആക്കാൻ പറ്റുന്ന രീതിയിലുള്ള സബ് പ്രോഗ്രാംസ് ആയിട്ട്, മോഡ്യൂൾസ് ആയിട്ട് നമ്മൾ എന്ത് ചെയ്യും, നമ്മളൊരു പ്രോഗ്രാമിനെ ചേഞ്ച് ചെയ്യും. അതായത് ഇപ്പോൾ ഈ കണ്ട പോലെ ഒറ്റൊരു പ്രോഗ്രാമിനെ നമ്മൾ എന്താക്കി മാറ്റി, ഡിഫറെൻറ്റ് സബ് ഫങ്ഷൻസ് ആക്കി മാറ്റി. അങ്ങനെ മാറ്റുന്നതുകൊണ്ടുള്ള അഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമുക്കതിനെ ഈസി ആയിട്ട് എന്ത് ചെയ്യാം, മെയിൻറ്റെയിൻ ചെയ്യാം, ടെസ്റ്റ് ചെയ്യാം, ഡീബഗ് ചെയ്യാൻ പറഞ്ഞാൽ എറേഴ്സ് കണ്ടുപിടിക്കാം. അങ്ങനെയുള്ള സബ് പ്രോഗ്രാംസിന് നമ്മൾ പറയുന്ന പേരാണ് ഫങ്ഷൻസ്. ഇനി ഫങ്ഷൻസ് എന്ന് പറയുന്നത് 2 രീതിയിലാണ് ക്ലാസിഫൈ ചെയ്തിട്ടുള്ളത്. ഫങ്ഷൻസിന് 2ആയിട്ട്, അല്ലെങ്കിൽ 2 ടൈപ്സ് ഓഫ് ഫങ്ഷൻസ് ആണ് നമുക്കുള്ളത്. ഒന്നാമത്തത് ബിൽറ്റ് ഇൻ ഫംഗ്ഷൻ അല്ലെങ്കിൽ ലൈബ്രറി ഫംഗ്ഷൻ എന്നാണ് പറയുന്നത്. രണ്ടാമത്തത് യൂസർ ഡിഫൈൻഡ് ഫംഗ്ഷൻ ആണ്. ഫസ്റ്റ് വൺ ഈസ് ബിൽറ്റ് ഇൻ ഫംഗ്ഷൻ ഓർ ലൈബ്രറി ഫംഗ്ഷൻ ആൻഡ് സെക്കൻഡ് വൺ ഈസ് യൂസർ ഡിഫൈൻഡ് ഫംഗ്ഷൻ. ദെൻ ബിൽറ്റ് ഇൻ ഫംഗ്ഷൻ. എന്താണ് ബിൽറ്റ് ഇൻ ഫംഗ്ഷൻ എന്ന് നോക്കാം. നമ്മൾ പറഞ്ഞിട്ടുണ്ട് ലൈബ്രറി ഫങ്ഷൻസ് എന്ന് പറഞ്ഞാൽ നമ്മൾ ബിൽറ്റ് ഇൻ ഡാറ്റ ടൈപ്പ് പഠിച്ചില്ലേ. അതായത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറേ കാര്യങ്ങൾ നമ്മൾ ലൈബ്രറിയിൽ തന്നെ, നമ്മൾ കമ്പ്യൂട്ടറിൽ തന്നെ പ്രൊവൈഡ് ചെയ്യുന്ന സോഫ്റ്റ്വെയറിൻ്റെ കൂടെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അങ്ങനെയുള്ള ഫങ്ഷൻസിനെയാണ് C++ പ്രോഗ്രാമിംഗ് സോഫ്റ്റ്വെയറിൻ്റെ കൂടെ പ്രൊവൈഡ് ചെയ്യുന്ന ഫങ്ഷൻസിനെയാണ് നമ്മൾ എന്ത് പറയുക, ബിൽറ്റ് ഇൻ ഫങ്ഷൻ എന്ന് പറയുക. ഓക്കെ, കുറേ ഏതെങ്കിലും മാത്തമാറ്റിക്കൽ കമ്പ്യൂട്ടേഷൻസോ ഗ്രാഫിക്സോ മെമ്മറി മാനേജ്മെൻറ്റോ അല്ലെങ്കിൽ ഇൻപുട്ട് ഔട്ട്പുട്ട് ആക്സസോ ഫയൽ ആക്സസോ ഇതൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ സാധാരണ എന്ത് യൂസ് ചെയ്യുക, ബിൽറ്റ് ഇൻ ഫങ്ഷൻസ് യൂസ് ചെയ്യാം. എന്താ ബിൽറ്റ് ഇൻ ഫങ്ഷൻസ് ആർ ഡിഫൈൻഡ് ഇൻ എ സ്പെഷ്യൽ ഹെഡർ ഫയൽ. അതിന് സെപ്പറേറ്റ് ഹെഡർ ഫയൽ ഉണ്ടായിരിക്കും. അപ്പോൾ ഒരിപ്പോൾ മാത്തമാറ്റിക്കൽ ഫങ്ഷൻസ്, ബിൽറ്റ് ഇൻ ഫങ്ഷൻസ് ഒക്കെ ഹോൾഡ് ചെയ്യാനായിട്ട് ഒരു math.h എന്ന് പറയുന്ന ഒരു ബിൽറ്റ് ഇൻ ഒരു ഫങ്ഷൻ ഉണ്ടായിരിക്കും. ഇനി അതേപോലെ സ്ട്രിങ് ഹാൻഡ്ലിംഗ് ഫങ്ഷൻസ് നമ്മൾ പഠിച്ചു, സ്ട്രിങ് ഹാൻഡ്ലിംഗ് ഫങ്ഷൻസ് അല്ലേ, str,
CMP എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ ഫങ്ഷൻസ് പഠിച്ചില്ലേ. ആ ഫങ്ഷൻസൊക്കെ കൺട്രോൾ ചെയ്യാനായിട്ട് അല്ലെങ്കിൽ മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് അല്ലെങ്കിൽ അതിനെയൊക്കെ ഹോൾഡ് ചെയ്യാനായിട്ട് string.h എന്ന് പറയുന്ന ഒരു ഹെഡർ ഫയൽ ഉണ്ടായിരിക്കും. അപ്പോൾ ഈ നമ്മളിപ്പോൾ കണ്ട strcmp, strcat ഇതൊക്കെ എന്താണ്, ബിൽറ്റ് ഇൻ ഫങ്ഷൻസ് ആണ്. ഓൾറെഡി ബിൽറ്റ് ഇൻ ആണ്. നമുക്ക് എന്ത് ചെയ്താൽ മതി, strlen എന്ന് പറയുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ആ ഫംഗ്ഷൻ എടുത്തിട്ട് ഒരു സ്ട്രിങ്ങിൻ്റെ ലെങ്ത്ത് കണ്ടുപിടിക്കാം. അത് ഓൾറെഡി ബിൽറ്റ് ഇൻ ആണ്. നമ്മൾ എന്ത് ചെയ്താൽ മാത്രം മതി, അത് യൂസ് ചെയ്താൽ മാത്രം മതി. രണ്ടാമത്തെ ടൈപ്പ് ഫംഗ്ഷനാണ് യൂസർ ഡിഫൈൻ ഫംഗ്ഷൻ. അത് നമുക്ക് ഓൾറെഡി ഉണ്ടായിരിക്കില്ല. അതിൻ്റെ ഉള്ളിലുള്ള, അതായത് എന്താണ് ചെയ്യേണ്ടതെന്നുള്ള കാര്യം നമ്മളായിരിക്കും ഡിഫൈൻ ചെയ്യുക. മറ്റേത് strlen എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് നമ്മൾ ലെങ്ത്ത് കാണാനുള്ള കാര്യങ്ങളൊക്കെ ആര് ചെയ്ത് വെച്ചിട്ടുണ്ടാവും, ബിൽറ്റിനാണ് നേരത്തെ ചെയ്ത് വെച്ചിട്ടുണ്ടാവും, മാനുഫാക്ചർ ചെയ്യുന്ന സമയത്ത് തന്നെ ചെയ്ത് വെച്ചിട്ടുണ്ടാവും. പക്ഷേ ഇവിടെ യൂസർ ഡിഫൈൻ ഫംഗ്ഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് നമ്മളായിട്ട് ക്രിയേറ്റ് ചെയ്യുന്ന ഫംഗ്ഷനാണ്. എന്താണോ നമ്മുടെ നീഡ് അതിനനുസരിച്ച് നമ്മൾ എന്ത് ചെയ്യും, നമ്മളെ ഫംഗ്ഷൻ ക്രിയേറ്റ് ചെയ്യും. നമുക്കിപ്പം ഏറ്റവും വലിയ എക്സാമ്പിൾ എന്ന് പറയുന്നത് മെയിൻ ഫംഗ്ഷനാണ്. യൂസർ ഡിഫൈൻ ഫംഗ്ഷൻ ഏറ്റവും വലിയ എക്സാമ്പിൾ, നല്ല എക്സാമ്പിൾ എന്ന് പറയുന്നത് മെയിൻ ഫംഗ്ഷനാണ്. അപ്പോൾ നമുക്ക് എന്താണോ ചെയ്യേണ്ടത് അതാണ് നമ്മൾ മെയിൻ ഫംഗ്ഷൻ്റെ ഉള്ളിൽ പറഞ്ഞു കൊടുക്കുക. അതല്ലാതെ നമുക്ക് വേറെ ഫംഗ്ഷൻസ് ഉണ്ടാക്കാം, ആഡ്, മൾ, സം എന്നൊക്കെ പറഞ്ഞിട്ട് നമുക്ക് എത്ര വേണമെങ്കിലും യൂസർ ഡിഫൈൻ ഫംഗ്ഷൻ നമ്മുടെ റിക്വയർമെൻറ്റിനനുസരിച്ചിട്ടുള്ള യൂസർ ഡിഫൈൻ ഫംഗ്ഷൻസ് നമുക്ക് ഉണ്ടാക്കാൻ പറ്റും.